Hello everyone. At Vigaland, we take safety very seriously, and we would like to talk more about safety because Vigaland Homes recently won 2 years consecutive awards for the safety in residential apartments arranged by the National Safety Council in the year 2020 and 2021 for our project കിങ്സ് ടൗൺ ആസ് വെൽ ആസ് കിങ്സ് ഫോർട്ട്. ഒരു പ്രോജക്റ്റിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഒരു പ്രീ പ്രോജക്റ്റ് സ്റ്റേജും അതിനുശേഷം പോസ്റ്റ് ഒക്യുപ്പൻസി സ്റ്റേജും. പ്രീ പ്രോജക്റ്റ് സ്റ്റേജ് ബേസിക്കലി ബിൽഡർ, അതിലെ പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ്, അവരുടെ വർക്കേഴ്സ് എല്ലാവരുടെയും കൂടി ഒരു സേഫ്റ്റി ആയിട്ട് കൺസേൺഡ് ആയിട്ടുള്ള കുറേയധികം ഡയറക്ഷൻസും ഇൻസ്ട്രക്ഷൻസും ഫോളോ ചെയ്ത് മാത്രം ഒരു പ്രോജക്റ്റ് ടൈമിൽ ഒരു സീറോ ആക്സിഡൻറ്റ് എന്ന ഒരു ഡ്രീമോടുകൂടി നമ്മൾ അച്ചീവ് ചെയ്യുന്നതായിരിക്കും. അതേസമയം പ്രോജക്റ്റ് കംപ്ലീഷന് ശേഷം അതിലെ ഇൻമേറ്റ്സ് വന്നു കഴിയുമ്പോൾ പിക്ചർ ആകെ ഡിഫറെൻ്റ് ആവും. കാരണം അവിടെ ഓരോ ഇൻമേറ്റ്സിൻ്റെയും സേഫ്റ്റിക്കായിരിക്കും നമ്മൾ ഒരു പ്രോജക്റ്റ് കംപ്ലീഷന് ശേഷം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഒരു റൂൾ അനുസരിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റ് കംപ്ലീഷൻ ആയിക്കഴിഞ്ഞാൽ അതിലത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവിടുത്തെ ഓരോ ഇൻമേറ്റിനെയും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞങ്ങളെന്നാലും അവിടുത്തെ ഒരു കെയർ ടേക്കർ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ, അവർക്കൊക്കെ ഈ ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് വളരെയധികം അസിസ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്റ്റേഷൻ ഓഫീസേഴ്സ് അങ്ങനെയുള്ള ആളുകൾ വന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ ഓരോ പ്രോജക്റ്റിലും വന്നിട്ട് ഈ ഇൻമേറ്റ്സിന് അവർക്കെല്ലാം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ നല്ലൊരു ട്രെയിനിങ് അവർ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റമാണുള്ളത്. അപ്പോൾ ആ ഗ്യാസ് സിസ്റ്റത്തിൻ്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഒത്തിരി ക്ലാരിഫിക്കേഷൻസ് ഇൻമേറ്റ്സിന് ഉണ്ടാവാറുണ്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യാറുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഓതറൈസ്ഡ് ഏജൻസി അല്ലെങ്കിൽ ട്രെയിനേഴ്സിനെ വെച്ചിട്ട് ഇൻമേറ്റ്സിന് നമുക്ക് ട്രെയിനിങ് കൊടുക്കാവുന്നതാണ്, കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു 1 or 2 വീക്സിനുള്ളിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഒരു ബിൽഡറുടെ സൈഡിൽ നിന്നും വളരെ സേഫായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, കുടിവെള്ളം, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, സ്വിമ്മിംഗ് പൂൾ, ഇതെല്ലാമായിട്ടുള്ള ട്രെയിനിങ്ങും നമുക്ക് എല്ലാത്തിനും ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് എടുത്തിട്ടുള്ള വളരെ ടെക്നിക്കലി എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇതിൻ്റെ ഇൻമേറ്റ്സിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാറുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എലമെൻ്റ് ഉള്ളത് ഇലക്ട്രിക്കൽ സേഫ്റ്റിയാണ്. ഇലക്ട്രിക്കൽ സേഫ്റ്റി നമ്മുടെ ഒരു സിസ്റ്റം പ്രൊസീജിയറിൻ്റെ തന്നെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സേഫ്റ്റി ആസ്പെക്ട്സിലും കൂടിയായിരിക്കും നമ്മുടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും അതിൽ ഓരോ ഇൻമേറ്റ്സും അവിടെ പാലിക്കേണ്ട അല്ലെങ്കിൽ അവർ ഓരോരുത്തരും ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷനെ കുറിച്ച് KSEBിയിൽ നിന്നും, അതേപോലെ തന്നെ ലിഫ്റ്റ്, അതിൻ്റെ ലൈസൻസ്, ബേസിക്കലി എല്ലാ സേഫ്റ്റിയും ഒരു മെറ്റീരിയലിൻ്റെ ഓപ്പറേഷൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് വളരെ ടെക്നിക്കലി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് മാത്രം അതിൻ്റെ മെയിൻ്റനൻസും കോൺട്രാക്റ്റും കൊടുക്കുക, ഗവൺമെൻറ് റൂൾസ് പറയുന്നത് നമ്മൾ അപ്പാടെ ഫോളോ ചെയ്യുക എന്നിവ നമുക്ക് കസ്റ്റമറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഒരു ബിൽഡറുടെ പ്രധാനപ്പെട്ട ജോലി. പ്രത്യേകിച്ചും അവർ താമസം തുടങ്ങുമ്പോൾ ജനങ്ങൾക്ക് പൊതുവേ ഉണ്ടാവാറുള്ള കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് ഫയർ സേഫ്റ്റി ആവാം, അതിന് ലിഫ്റ്റിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് ബാങ്കുകളെ കുറിച്ചാവാം. ഇതെല്ലാം തന്നെ വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഒരു പ്രോജക്റ്റിൽ എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാതറിങ്സ് പ്ലേസ് അല്ലെങ്കിൽ അവർക്കൊരു സേഫ്റ്റി സോൺ, ഇതെല്ലാം മാർക്ക് ചെയ്തിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സേഫ്റ്റി വളരെയധികം മോണിറ്റർ ചെയ്യപ്പെടേണ്ട ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം വളരെയധികം ക്ലോസ്ലി അവരെന്നും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ബിൽഡിങ്ങിൻ്റെ സേഫ്റ്റി. ഒരു കസ്റ്റമർ എന്ന നിലയിൽ താങ്കളുടെ ഒരു കുടുംബം അത് വീഗാലാൻഡിൻ്റെ ഒരു വലിയ പ്രോജക്റ്റിലേക്ക് വന്ന് കയറുമ്പോൾ നിങ്ങളുടെ ഒരു വീട്, നിങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായ ഒരു വീട്, അത് പല ലെവൽ ഓഫ് സേഫ്റ്റിയുടെ മോണിറ്ററിങ്ങിലൂടെയാണ് ടീം വീഗാലാൻഡ് അത് പ്ലാൻ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ അതൊരു എർത്ത്ക്വേക്ക് സോണിനെ ബേസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രോജക്റ്റ്, അതൊരു ചെറിയ റാമ്പിൻ്റെ സ്ലോപ്പായാൽ പോലും, അല്ലെങ്കിൽ ഒരു ഹാൻഡ് റെയിലിൻ്റെ ഹൈറ്റ് ആയാൽ പോലും, അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ തിക്നെസ് ആയാൽ പോലും, അത് ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു പ്രോജക്റ്റിൽ കാണുന്ന ഒരു കെയർ എന്ന ലെവലിൽ കാണുന്ന
ഒരു ഫിസിക്കലി ചലഞ്ചഡ് അല്ലെങ്കിൽ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ്ലറ്റിൻ്റെ ഡിസൈൻ പോലും ഇത്രയധികം കാര്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഗാലാൻഡ് ഹോംസിൻ്റെ സേഫ്റ്റിയിൽ കണ്ണടച്ച് വിശ്വസിക്കാവുന്നതാണ്. ഇനിയും ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾ ഈ ഒരു മേഖലയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാൻ ഞങ്ങൾ ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.